ഇന്നത്തെ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മഴ ആയതുകൊണ്ട് നമ്മുടെ തേനീച്ചപ്പെട്ടി കുറച്ചെണ്ണം മഴ നനയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മറയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ഓരോന്നോരോന്ന് ഇതാക്കി സെപ്പറേറ്റ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പാക്കറ്റിലിട്ടിട്ട് അപ്പോൾ നമുക്ക് രാവിലെ ആയപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ കുറച്ച് നമുക്ക് മഴേനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ എടുത്ത് വെക്കണം. ഒരു കോട്ട് എടുക്കണം. പിന്നെ കൊതുകിനെ തുരത്താൻ വേണ്ടി ചെറിയൊരു ഐഡിയ ഉണ്ട്. ഒരു തൊപ്പി എടുത്തിട്ടുണ്ട്. പക്ഷേ കൈക്കാണ് അമ്മയുടെ കുത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു സാധനം കൂടെ സെറ്റാക്കണം. അങ്ങനെ അമ്മ കാണാതെ അടുക്കളയിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എടുത്തു. ഇതാണ് കൊതുകിനെ തുരത്താൻ ഏറ്റവും നല്ല സാധനം കേട്ടോ. ഇതൊന്നും പരീക്ഷിച്ച് നോക്കണേ. എണ്ണ എടുക്കുക, കുറച്ച് കയ്യിൽ തൂക്കുക. ഈ കൈയുടെ സൈഡിലൊക്കെയാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഈ കൊതുകുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് കയ്യിലും തൂത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കൊരു ആശ്വാസമാണ്. അങ്ങനെ വലിയ ആക്രമണം നടത്തില്ല. അങ്ങനെ ഇവന്മാരുടെ സംഗീതമുണ്ട് നമ്മുടെ ചെവിയിൽ. അപ്പോൾ കുറച്ച് ചെവിയിലും കൂടെ തൂത്ത് കഴിഞ്ഞാൽ അതിനൊരു സമാധാനമാണ്. ഇനി നമുക്ക് മഴേനെ നോക്കണം. മഴേനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടെടുക്കാം. ഏതായാലും വേറെ രക്ഷയില്ല. കോട്ടെടുത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബക്കറ്റ് എടുത്തില്ലൊന്നും. അങ്ങനെ ബക്കറ്റും കൂടെ എടുത്തിട്ട് മെല്ലെ പോവാം. ഇനി നമുക്ക് അടുത്ത പണി തുടങ്ങാം. നമുക്ക് മറയ്ക്കാനുള്ള സാധനങ്ങളും കൂടെ എടുക്കണം. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കണം. അതും കൂടെ ആയാൽ എല്ലാം ഓക്കെ. മുറ്റത്ത് തന്നെയാണെങ്കിലും ഈ തേനീച്ചപ്പെട്ടി വെച്ചെങ്കിലും ഇതുവരെ മറയ്ക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആ പരിപാടി ഒന്ന് ചെയ്തേക്കാം. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മറച്ചതിൻ്റെ അടിയിൽ എപ്പോഴും പാമ്പുകളൊക്കെ കയറിയിരിക്കലുണ്ട്. ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമല്ലേ അത്. പലപ്പോഴും ഇതുവരെ അപകടമൊന്നും പറ്റിയില്ലെങ്കിലും പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ താഴെ വീണ് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞതന്നേ ഉള്ളൂ. അതതിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ട് അതിനെ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്നും പിന്നെ മുകളിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി പറ്റും. ബാക്കി എത്ര പ്ലാസ്റ്റിക് ഇട്ടാലും ഈ നമുക്കിതിനെ നനയുന്ന നീർപ്പത്തിൽ നിന്നും തടയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഒരു അനുഭവം ഉള്ളതല്ലേ. നമുക്ക് ഇത്ര തണുപ്പ് സഹിക്കാൻ പറ്റുമെങ്കിൽ തേനീച്ച എങ്ങനെ ഈ തണുപ്പ് സഹിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കുറച്ചൊന്നും വെള്ളം ഇറങ്ങിയാലും ഇത് ജീവിച്ചെന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ അവർ പിന്നെ ഈ തണുപ്പിനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാലും മഴ നനഞ്ഞ പെട്ടികളിൽ പോലും തേനീച്ചകൾ ഒരു സൈഡിലൊക്കെ ഒപ്പിച്ച് അതിനെ ഹീറ്റ് റെഡിയാക്കി അത് നിലനിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തെറിക്കുന്നത് ഒഴിവാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കട്ടിയുള്ള ഒരു നീല ഒരു പ്ലാസ്റ്റിക് കൂടെ വെച്ചിട്ട് മറച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ഒരു സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് പലയൊക്കെ മറച്ച് കാറ്റ് തുടങ്ങി രക്ഷയില്ല. അപ്പോൾ നമുക്ക് അതെല്ലാം കഴിഞ്ഞ് മെല്ലെ സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ തോന്നും. പകൽ സമയത്ത് നമ്മുടെ ഇവിടുത്തെ കാറ്റിന് നമ്മൾ കാണുന്നില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര കാറ്റാണ്. ഇത്രയും കാറ്റൊന്നും നമ്മൾ പുറത്തേക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ ഇത്രയും കാറ്റൊന്നും കാണില്ല. കവുങ്ങൊക്കെ വളഞ്ഞ് മുട്ടാനായി, നിലത്ത് മുട്ടാനായി. നമുക്ക് ഏറ്റവും ഇങ്ങനത്തെ കാറ്റുകളൊക്കെ വരുമ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്ത് കയറിയിരിക്കലേ രക്ഷയുള്ളൂ. ഞാൻ കുറച്ച് കാറ്റ് കാണിച്ചു തരാം, നിങ്ങൾ ആസ്വദിക്കും.